നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. വളരെ 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 സന്തോഷ വാർത്തയും നമുക്ക് എപ്പോഴും കേൾക്കേണ്ട സന്തോഷ വാർത്തയാണ്. ഒപ്പം മാഷ് ഒരു മുന്നറിയിപ്പൂടെ തരുന്നൊരു വീഡിയോ ആണ്. സ്കിപ്പ് ചെയ്യാതെ കാണുക. വളരെ ഷോർട്ട് വീഡിയോ, പക്ഷെ വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട വീഡിയോ. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ കാര്യത്തിലേക്ക് കിടക്കാം. മാത്സിൻ്റെ ഇന്നത്തെ പരീക്ഷ 7 മാർക്ക്. അത് ഒരു ഇപ്പോൾ ഫിസിക്സിൻ്റെ കൂട്ടർ കൺഫ്യൂഷൻ സ്റ്റേജ് സൃഷ്ടിക്കുന്നൊന്നുമല്ല. ഫിസിക്സിന് പല അഭിപ്രായങ്ങൾ വരുമായിരിക്കും. അതിൻ്റെ ഒഫീഷ്യലായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്ര മാർക്കുണ്ടെന്ന് പറയും. പക്ഷേ മാത്സിന് 100% നമുക്ക് ഏകദേശം നമുക്കറിയാമല്ലോ, കണക്കിനാകുമ്പോൾ ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളുടെ തെറ്റുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ 15ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് 15ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാതെ തെറ്റാണോ ഇല്ലയോ എന്നുള്ളത്. കാരണം 25%, 35%, 45%, അതായത് 25, 30, 60, 45, 105% ആണ്. പ്രോബബിലിറ്റിയിൽ മാക്സിമം വരുന്നത് 100%. അന്നേരം 105 എന്ന് പറയുമ്പോൾ അവിടെ ക്വസ്റ്റ്യനിൽ ഉള്ള മിസ്റ്റേക്കാണ്. അതിന് 4 മാർക്കാണ്. ഈ 4 മാർക്ക് ഇത് ഒരുപാട് വട്ടം മാഷ് പറഞ്ഞിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ എഴുതി എന്തെങ്കിലും എഴുതുന്നവർക്ക് മാത്രമേ ഇനിയും കിട്ടത്തുള്ളൂ, ഇതിനും കിട്ടത്തുള്ളൂ. ഞാൻ ഒരുപാട് വട്ടം കുഞ്ഞുങ്ങൾക്കെല്ലാം പറഞ്ഞതാണ്. ഇനി ഇത് നിങ്ങൾ തെറ്റുവരുത്തുവാണെങ്കിൽ അതിനില്ല. ഇത് 4 മാർക്ക് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ നമ്പർ എഴുതി എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 4 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. അതുപോലെ തന്നെ 19ാമത്തെ ക്വസ്റ്റ്യൻ ഇൻ്റഗ്രേഷനിൽ 0 to -π/4 എന്ന മൈനസ് വെച്ചാൽ ആ ഉത്തരം കിട്ടത്തില്ല. അതെന്തോ ഒരു ഭാഗ്യത്തിന് മൈനസ് അവിടെ ക്വസ്റ്റ്യനകത്ത് വന്നുകൊണ്ട് അതും അറ്റൻഡ് ചെയ്തവർക്ക് 19B അറ്റൻഡ് ചെയ്തവർക്ക് ഉറപ്പായിട്ടും അവിടെയും 3 മാർക്ക് കിട്ടും. അന്നേരം ഉറപ്പിക്കാം 7 മാർക്ക് കണക്കിന് ഇത് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രം ഉറപ്പായിട്ട് 7 മാർക്ക് കിട്ടും. അന്നേരം അത് സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്, നിസ്സാര കാര്യമൊന്നുമല്ല, വളരെ സന്തോഷകാര്യം. ഇനി ഒരു മുന്നറിയിപ്പ്. കാരണം നമ്മൾ അധ്യാപകരുമായിട്ടെല്ലാം സംസാരിക്കുന്നത്, ഹയർ സെക്കൻഡറി അധ്യാപകരോടും നമ്മൾ ഹയർ സെക്കൻഡറിയിലും കോളേജിലൊക്കെ പഠിപ്പിച്ച അധ്യാപകരാണ്. നമ്മളെല്ലാ അധ്യാപകരുമായിട്ട് അത്യാവശ്യം പല ജില്ലകളിലായിക്കോട്ടെ വിവിധ തസ്തികളിലോട്ട് അധ്യാപകരുമായിട്ടും എല്ലാ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊക്കെ സംസാരിച്ചാണ് പല കാര്യങ്ങളും നമ്മൾ പറയും. ചുമ്മാ ഒരു കാര്യം പറയാറില്ല. കാരണം നമ്മൾ പറയുന്നൊരു കാര്യം, നിങ്ങളിപ്പം മാത്സിൻ്റെ പലരും എഴുതിയിരിക്കുന്നത് സമയം തികഞ്ഞില്ല എന്ന് പറഞ്ഞു, 2.5 മണിക്കൂറൊക്കെ വേണമെന്ന് പറഞ്ഞു. ശരിയാണ്, പല ക്വസ്റ്റ്യൻസും ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളോട് ഞാൻ 100% എഗ്രി ചെയ്യുന്നു. 2.5 മണിക്കൂറൊക്കെ, അരമണിക്കൂറൊക്കെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിട്ട് നിങ്ങൾക്ക് കമൻസ് ഇടാം, നന്നായിട്ട് എഴുതാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ ഒരു കാര്യം, ഇപ്പം നമ്മൾ ഈ വർഷത്തെ ടൈം ടേബിൾ എടുത്ത് നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒഴിച്ച് ബാക്കി ഉള്ളവരുടെ ടൈം ടേബിൾ എല്ലാം, നമ്മൾ ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെ ടൈം ടേബിൾ എല്ലാം നല്ല ഗംഭീര ടൈം ടേബിളാണ്. ഹയർ സെക്കൻഡറി തുടങ്ങിയ ശേഷം പെർഫെക്റ്റ് ടൈം ടേബിൾ എന്ന് എനിക്ക് തോന്നിയത് ഈ വർഷത്തെ ടൈം ടേബിളാണ്. കാരണം കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരു ഫെയിലിയർ ആയിപ്പോയി, അവർക്ക് മാത്സ് പഠിക്കാനുള്ള സമയം. ബാക്കി ഒഴിച്ച് എല്ലാവർക്കും ബയോളജി സയൻസുകാർക്കുള്ള ടൈം ടേബിൾ നല്ല ടൈം ടേബിളാണ്. കാരണം 6 ദിവസം മാത്സ് പഠിക്കാനും 6 ദിവസം കെമിസ്ട്രി പഠിക്കാനുണ്ട്. അന്നേരം ഈ പല കുട്ടികളും ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഒരു പരീക്ഷ കഴിഞ്ഞിട്ട് 2-3 ദിവസം റെസ്റ്റ് എടുത്തതിന് ശേഷം ലാസ്റ്റ് 2 ദിവസം ഇരുന്ന് ടച്ചിന് വെച്ച് പഠിക്കും. ഒരു വർഷത്തെ ടോപ്പിക്കാണ് 2 ദിവസം കൊണ്ട് തീരുമോ? ഇല്ല. നമ്മൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തു, നിങ്ങൾ അടുത്ത ദിവസം, ഇപ്പം ഇന്ന് റെസ്റ്റ് എടുത്തു, നാളെ മുതൽ നിങ്ങൾ ഗംഭീരമായിട്ട് 6 ദിവസം പഠിക്കണം. പഠിച്ചാൽ മാത്രമേ നമുക്ക് ഗംഭീര മാർക്ക് കിട്ടത്തുള്ളൂ. അന്നേരം നമുക്ക് ഓട്ടോമാറ്റിക് സ്പീഡ് വരും, ഓർത്തിരിക്കും. അല്ലെങ്കിൽ തലേ ദിവസവും 2 ദിവസം മുമ്പ് പഠിക്കുന്ന ചിലപ്പം ഓർത്തിരിക്കും. അതൊക്കെ റിവിഷൻ. ഞാൻ എപ്പോഴും സ്റ്റഡി ടൈം ടേബിൾ തരുന്നതിന് വേണ്ടിയാണ്. കൃത്യമായിട്ട് ഓരോന്നിനും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു സാധാരണ ഒന്നും പഠിക്കാത്തവർ പോലും പഠിച്ചു തുടങ്ങുന്ന ടൈം ടേബിളാണ് സ്റ്റഡി ടൈം ടേബിൾ. ഇന്ന് ഇപ്പോൾ കെമിസ്ട്രിക്ക് 7 മണിക്ക് തരും. വളരെ വ്യക്തമായി പ്ലാൻ ചെയ്ത സ്റ്റഡി ടൈം ടേബിളാണ്, അല്ലാതെ ചുമ്മാ ഉണ്ടാക്കാൻ സ്റ്റഡി ടൈം ടേബിൾ അല്ല. പക്ഷേ ആ സ്റ്റഡി ടൈം ടേബിൾ വെച്ച് നിങ്ങൾ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ആൻസേഴ്സ്, അതിൻ്റെ PDF വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് കിട്ടും. അതെല്ലാം പിന്നെ അതിൻ്റെ ഷോർട്ട് വീഡിയോസ്, അതെല്ലാം മെയിൻ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ആദ്യമേ നിങ്ങൾക്ക് തരും. പിന്നെ ഉറപ്പിച്ചുള്ള ക്വസ്റ്റ്യൻസ് പിന്നീടും തരും. ഇതെല്ലാം കണ്ടുകൊണ്ട് നിങ്ങൾ പോകണം. നിങ്ങൾ ലാസ്റ്റ് നിമിഷത്തേക്ക് ഒന്നും വെക്കരുതെന്നാണ് മാഷ് പറഞ്ഞത്. പിന്നെ മാക്സിമം കുട്ടികളിലേക്ക് വീഡിയോസ് ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്കറിയാം ഈ വീഡിയോ കണ്ട്, കാരണം അത്രമാത്രം ഫിസിക്സും മാത്സും നമ്മൾ വേറൊരു ചാനലിൽ ഇതൊന്നും വേറൊരു ക്ലാസ്സിനെ പറ്റി ഒന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം കണ്ടന്റ് വൈസ് വ്യക്തമായിട്ട് എണ്ണി തിട്ടപ്പെടുത്തിയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് മാഷ് തന്നിട്ടുള്ളത്. ഫിസിക്സ് ആയാലും മാത്സ് ആയാലും, അത് കെമിസ്ട്രി ആയാലും ഇനി ബയോളജി ആയാലും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾക്ക് ഉറപ്പിക്കാം നിങ്ങൾക്ക് ഫുൾ മാർക്ക്. പക്ഷേ നിങ്ങൾ കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയും വേണം. ബാക്കിയുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. മാക്സിമം എഫേർട്ട് എടുത്താൽ ആ മാഷിന് സന്തോഷമാകും. ഇപ്പം നിങ്ങൾക്കൊരു 7 മാർക്ക് കിട്ടുന്ന സന്തോഷം നിങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷേ പല കുട്ടികൾക്ക് സമയം തികഞ്ഞില്ല, എഴുതിയില്ലെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമാണ്. എനിക്ക് മാഷം എന്നുള്ള രീതിയിൽ എനിക്കൊരു വിഷമമാണ്. കാരണം അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ
ഈ ലാസ്റ്റ് മിനിറ്റ് തയ്യാറെടുപ്പാണ് പലപ്പോഴും നമ്മളെ നെഗറ്റീവ് ആകുന്നത്. പലരും നിങ്ങൾക്ക് സമ്മതിച്ച് തരാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, അതൊരു ഇനി അങ്ങോട്ട് കെമിസ്ട്രി വളരെ ശ്രദ്ധിക്കണം. 10 ചാപ്റ്ററുള്ള ഒരു ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് ഏറ്റവും കൂടുതലുള്ള സബ്ജക്റ്റ് ഏതെന്ന് വെച്ചാൽ രണ്ടും കൽപ്പിച്ച് പറയാൻ കെമിസ്ട്രിയാണ്. എന്നാലും നമുക്ക് ആശ്വാസം തോന്നും. പക്ഷേ അതൊരു നെഗറ്റീവാണ്. കാരണം ഓർഗാനിക്കിന് കൂടുതൽ പ്രസക്തി വരും. ഓർഗാനിക്കിൻ്റെ എല്ലാ ചാപ്റ്ററും പഠിക്കണം. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് ഇതുവരെയും പഠിക്കാത്തവർക്ക് ഓർഗാനിക് പഠിക്കാം. കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിക്കോട്ടെ, ഇനി ബാക്കിയുള്ള ഇലക്ട്രോ കെമിസ്ട്രി ആയിക്കോട്ടെ, സൊല്യൂഷൻസ് ആയിക്കോട്ടെ, അതിൻ്റെ പ്രോബ്ലംസ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾക്ക് കിട്ടും. 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇന്ന് തന്നെ തരികയാണ്, ക്വസ്റ്റ്യൻസും ആൻസേഴ്സും. അതിനോടൊപ്പം ഓർഗാനിക്കിൻ്റെ വീഡിയോസും എല്ലാം തരുമ്പം അതൊക്കെ എല്ലാം കൂടി നിങ്ങൾക്ക് തരുന്നൊരു ഈ 6 ദിവസം കൊണ്ട് പഠിക്കാൻ മാക്സിമം 10 മണിക്കൂർ കൂടുതൽ കാണത്തില്ല. 10 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ എത്ര മണിക്കൂർ പഠിക്കണം? 2-3 മണിക്കൂർ വെച്ച് പഠിച്ചാൽ 3 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം. എന്നിട്ട് ബാക്കി 3 ദിവസം റിവൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ വേണം നമ്മൾ പഠിക്കാൻ. അന്നേരം മാക്സിമം കഷ്ടപ്പെടുകയാടെ ഒരാളും തോക്കത്തില്ല. നിങ്ങൾ പറയുന്ന സമയമില്ലായ്മ പോലും മാഷിനെ സംബന്ധിച്ച് ഭയങ്കര വിഷമം. കാരണം നിങ്ങൾക്കത് അത് എത്തിക്കാമായിരുന്നല്ലോ എന്നൊരു, അത് കിട്ടിയേനല്ലോ എന്നുള്ളൊരു, ലാസ്റ്റ് നിമിഷം പോയല്ലോ എന്നുള്ളൊരു വിഷമം നിങ്ങളെക്കാട്ടി എനിക്കുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇനി അങ്ങനെ പാടില്ല, ഇനിയുള്ള വിഷയങ്ങൾക്ക് അങ്ങനെ പാടില്ല. അന്നേരം പ്രത്യേകിച്ച് കെമിസ്ട്രി വളരെ 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 ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ശ്രദ്ധിക്കണം. അന്നേരം അതിനനുസരിച്ച് നിങ്ങൾ നല്ലപോലെ പഠിച്ചാൽ മാത്രം മതി. അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പുത്തനായിട്ടുള്ള ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പോ എന്ത് വേണമെങ്കിലും അതൊരു പ്രശ്നമൊന്നുമല്ല. നോട്ട്സും സിമ്പിൾ ക്ലാസ്സും എല്ലാം തരും. നിങ്ങളിതെല്ലാം ശ്രദ്ധിക്കുക. അന്നേരം 7 മാർക്ക് ഉറപ്പിച്ചുകൊള്ളുക. 15-ാമത്തെയും 19-ാമത്തെയും 2ാമത്തെ ക്വസ്റ്റ്യനും ഉറപ്പിച്ചുകൊള്ളുക. പിന്നെ ഈ മുന്നറിയിപ്പ് വളരെ ഇതായിട്ട് എഴുതുക. സമയത്തിൻ്റെ കാര്യം എല്ലാം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്നേരം 7 മണിക്ക് സ്റ്റഡി ടൈം ടേബിളുമായിട്ട് മാഷി വീണ്ടും വരും. നെവർ എവർ ഗിവ് അപ്പ്.